ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. CPI നേരിടുന്ന രണ്ട് വെല്ലുവിളികളാണ്. പാർട്ടി നേതാക്കന്മാരുടെ നിലപാടിന് ഒരു വ്യക്തതയില്ല എന്നുള്ളത്. ഇപ്പം നിൽക്കുന്നത് അവര് LDFിലാണ്. CPM ആദ്യം തൊട്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത് CPI തിരുത്തൽവാദികളുടെ പാർട്ടിയാണ് എന്നുള്ളതാണ്. CPMന് ഒപ്പമാണ്. CPM എവിടെ നിൽക്കുന്നു അവിടെയാണ് CPI നിൽക്കുന്നത്. സ്വാഭാവികമായി ചോദിക്കാം, എന്തുകൊണ്ടാണ് ഗുണം ചെയ്യാത്തത്? അതിന്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ നടക്കുകയാണ്. പഞ്ചാബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ്. ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് CPI. പഞ്ചാബിൽ വലിയ വേരുകളുള്ള പാർട്ടിയായിരുന്നു CPI. ഇന്ന് വളരെ ദുർബലമാണ്. പഞ്ചാബിലെ ഏതെങ്കിലും പഞ്ചായത്തിലെങ്കിലും CPI ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ശരി, ചണ്ഡീഗഡിൽ നടന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം വന്നതായിട്ടാണ് പത്ര റിപ്പോർട്ടുകൾ കാണുന്നത്. അവരെല്ലാം ലക്ഷ്യമാക്കിയത് ദുർബലമായ പാർട്ടി നേതൃത്വത്തെയാണ്. പാർട്ടി നേതൃത്വം വളരെ ദുർബലമാണെന്നും ഇവർക്ക് പാർട്ടിയെ നയിക്കാൻ കഴിയില്ല എന്നുമാണ് ഭൂരിപക്ഷം വരുന്ന പ്രതിനിധികൾ വിശ്വസിക്കുന്നത്. പക്ഷേ പാർട്ടി നേതൃത്വം മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPI മാറി എന്നുള്ളത് ചരിത്രപരമായൊരു വസ്തുതയാണ്. CPIയുടെ നേതാക്കന്മാർ ഇരുട്ടിൻ്റെ ചാക്കിൽ ഇല്ലാത്ത പൂച്ചയെ തിരയുന്ന ഒരുപറ്റം ദുർബലന്മാരായ നേതാക്കന്മാരാണ് CPIയെ നയിക്കുന്നത്. ചണ്ഡീഗഡിൽ നടന്ന ഈ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് സമ്മേളനം നടന്നത് വിജയവാഡയിലാണ്. വിജയവാഡയിലെ പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് CPIക്ക് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുന്നത്. ചുരുക്കത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ആ ചിഹ്നം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം. അത് വിജയവാഡ കോൺഗ്രസിന് ശേഷം നടന്നതാണ്. പിന്നീട് നടക്കുന്നത് ചണ്ഡീഗഡിലെ ഈ സമ്മേളനമാണ്. ചണ്ഡീഗഡിൽ നടന്ന ഈ സമ്മേളനത്തിന് ശേഷം ഈ പാർട്ടിക്ക് എന്താണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. പാർട്ടി സെക്രട്ടറി ആരാകുന്നു എന്നത് പ്രസക്തമായ കാര്യമേ അല്ല. കാരണം വെന്റിലേറ്ററിൽ ആസന്ന മരണാവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിയെ പരിചരിക്കുന്നത് ഏത് നേഴ്സായാലും ഒരുപോലെയേ ഉള്ളൂ. ആ രോഗിയുടെ വിധി ദൈവം തമ്പുരാൻ്റെ കയ്യിലാണ്. ഈശ്വരൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യവാനായി വെന്റിലേറ്ററിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അവിടെ സമാധിയാകുകയും ചെയ്യും. ഇതാണ് സത്യം. അപ്പോൾ ഇവിടെ CPIയെ സംബന്ധിച്ചിടത്തോളം CPI ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. CPI നേരിടുന്ന രണ്ട് വെല്ലുവിളികളാണ്, രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ആദ്യത്തേത്, CPIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ തകർന്നു കഴിഞ്ഞു. CPMൻ്റെ സ്ഥിതി തന്നെയാണ്. പ്രത്യയശാസ്ത്ര അടിത്തറ ഇല്ലാതായി. അതാണ് ആദ്യത്തെ വെല്ലുവിളി. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രം ജനങ്ങളോട് പറയാൻ CPIക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണ്. പാർട്ടി നേതാക്കന്മാരുടെ നിലപാടിന് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു നിലപാട്, തമിഴ്നാട്ടിൽ വേറൊരു നിലപാട്, ബീഹാറിൽ മൂന്നാമതൊരു നിലപാട്. ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് സർവൈവ് ചെയ്യുവാൻ കഴിയുന്നത്? അതിന് കഴിയില്ല. പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടർ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം കോൺഗ്രസുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധം അവസാനിപ്പിച്ചതാണ്. ആദ്യം മുതൽ കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ആളായിരുന്നു SA ഡാംഗെ. അദ്ദേഹത്തിന് നെഹ്റുവുമായിട്ടും ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. വ്യക്തിബന്ധത്തിനേക്കാൾ ഉപരിയായിട്ട് താൻ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്പേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയാണ് എന്ന് SA ഡാംഗെക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ആ SA ഡാംഗെയെ നിർദ്ദയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാപമാണ് ഇന്ന് CPIയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ SA ഡാംഗെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു എങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ നിലപാട് എന്തുമായിക്കോട്ടെ, അടിയന്തരാവസ്ഥയുടെ ഗുണമനുഭവിക്കാൻ നിന്ന പാർട്ടി അടിയന്തരാവസ്ഥയുടെ ദോഷം അനുഭവിക്കാൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കാതിരുന്നത് ഒരു രാഷ്ട്രീയ ഭീരുത്വമാണ് എന്നല്ലാതെ എന്താണ് പറയുന്നത്? കോൺഗ്രസിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ CPI കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ട് അന്തസ്സായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു.
ഇന്ന് കോൺഗ്രസിൻ്റെ ക്യാമ്പിലെ അഭയാർത്ഥി മാത്രമാണ് സി പി ഐ. സി പി ഐക്ക് എന്ത് മൂല്യമാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്? ഇന്ത്യ മുന്നണിയിൽ എന്ത് പ്രാധാന്യമാണ് സി പി ഐക്കുള്ളത്? അപ്പോൾ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇനിയും ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇപ്പം നിൽക്കുന്നത് അവർ എൽ ഡി എഫിലാണ്, സി പി എമ്മിന് ഒപ്പമാണ്. സി പി എം എവിടെ നിൽക്കുന്നു അവിടെയാണ് സി പി ഐയും നിൽക്കുന്നത്. സി പി എമ്മും സി പി ഐയുമായിട്ടുള്ള രാഷ്ട്രീയമായ ബന്ധം സി പി ഐക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ള ഉത്തരം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി ചോദിക്കാം, എന്തുകൊണ്ടാണ് ഗുണം ചെയ്യാത്തത്? അതിൻ്റെ ഉത്തരം ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന പ്രക്രിയയാണ്. കുറഞ്ഞ സാന്ദ്രതയുള്ള ദ്രാവകം ഉയർന്ന സാന്ദ്രതയുള്ള ദ്രാവകത്തിൻ്റെ ഭാഗത്തേക്ക് സ്വാഭാവികമായും സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ ആളും അർത്ഥവും സ്വാധീനവും ഒക്കെയുള്ള സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് സി പി ഐയിലെ അണികൾ ഇന്നല്ലെങ്കിൽ നാളെ സഞ്ചരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിൽ, പ്രത്യേകിച്ച് സി പി എം നിൽക്കുന്ന ഒരു മുന്നണിയിൽ സി പി ഐക്ക് അതിൻ്റെ സ്വത്വം നിലനിർത്താൻ കഴിയില്ല, ആ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ കഴിയില്ല. സി പി എമ്മിൻ്റെ കൂടെ ഒപ്പം നിൽക്കാം ഒരു കാര്യസ്ഥൻ എന്ന റോളിൽ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം കോൺഗ്രസിനോടൊപ്പമായിരുന്നു സി പി ഐ നിലനിന്നിരുന്നെങ്കിൽ നിലവിലുള്ള സാന്ദ്രതയെങ്കിലും ഈ പാർട്ടിക്ക് നിലനിർത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ സി പി എമ്മിനൊപ്പം നിന്ന് സി പി ഐ വളർത്താം എന്ന് ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. സി പി എമ്മിന് സി പി ഐയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. സി പി എം ആദ്യം തൊട്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത് സി പി ഐ തിരുത്തൽവാദികളുടെ പാർട്ടിയാണ് എന്നുള്ളതാണ്. 1968 കൊച്ചിയിൽ കൂടിയ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനം തന്നെ ഈ പ്രമേയം പാസ്സാക്കിയതാണ്. സി പി ഐ ഒരു തിരുത്തൽവാദികളുടെ പാർട്ടിയാണ് എന്നുള്ളത്. 68 ഈ പ്രമേയം പാസ്സാകുമ്പോൾ 67 EMS മന്ത്രിസഭയിൽ സി പി ഐയുടെ മന്ത്രിമാരുണ്ടായിരുന്നു, എം ഗോവിന്ദൻ നായരും ടി വി തോമസും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. ബുദ്ധിമാന്മാരായ ടി വി തോമസിനും എം ഗോവിന്ദൻ നായർക്കും മനസ്സിലായി ഈ ബന്ധം ശാശ്വതമല്ല എന്നുള്ളത്. അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അവരന്തസ്സായിട്ട് രാജിവെച്ച് പുറത്തു വന്നു എന്ന് മാത്രമല്ല, സി അച്യുതമേനോനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കനത്തൊരു പ്രഹരമാണ് അവർ EMS നമ്പൂതിരിപ്പാടിന് നൽകിയത്. എത്ര തന്ത്രശാലികളായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇരുന്ന കസേരയിലാണ് വളരെ ദുർബലന്മാരായ പാർട്ടി നേതാക്കന്മാർ ഇന്ന് വിരാജിക്കുന്നത് എന്ന് നോക്കണം. അവർ ദുർബലന്മാരാണ്. അവർക്കൊരിക്കൽ പോലും ടി വിയുടെയോ എമ്മിൻ്റെയോ നിലയിലേക്ക് എത്താൻ കഴിയില്ല. രാഷ്ട്രീയ സാഹചര്യം എത്ര അനുകൂലമാണെങ്കിലും അവർക്കതിനെത്താൻ കഴിയില്ല. കാരണം കാലാവസ്ഥ എത്ര അനുകൂലമാണെങ്കിലും ഏത് തുറമുഖത്താണ് കപ്പലടിപ്പിക്കേണ്ടത് എന്നറിയാത്ത കപ്പിത്താൻ ഒരു കപ്പലിനെ നയിച്ചാൽ കടലിൽ ഒഴുകി നടക്കും. സി പി ഐ കടലിൽ ഒഴുകി നടക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാർ, പഴയ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ നമ്മൾ പരിശോധിക്കണം. സി രാജേശ്വര റാവു, ഇന്ദ്രജിത് ഗുപ്ത, ഒരു പരിധിവരെ സുധാകർ റെഡ്ഡി, അവരൊക്കെ എങ്ങനെയാണ് സി പി ഐയെ നയിച്ചത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ സി പി ഐയെ പ്രാപ്തമാക്കുന്ന കാര്യത്തിൽ രാജേശ്വര റാവു ആയാലും ശരി, ഇന്ദ്രജിത് ഗുപ്ത ആയാലും ശരി, ഒരു പരിധിവരെ സുധാകർ റെഡ്ഡി ആയാലും ശരി, ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഡി രാജയുടെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വളരെ ദുർബലനാണ്. വളരെ ദുർബലനായ ഒരു ആളാണ് ഡി രാജ. വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരിക്കാം. പക്ഷേ അദ്ദേഹം വളരെ ദുർബലനാണ്. ഇനിയും സി പി ഐയുടെ ഏക തുരുത്ത് എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ ഈ സി പി ഐയെ നയിക്കുന്നത് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്. അഴിമതിയില്ലാത്ത ആളാണ്, വളരെ സിമ്പിളാണ്, ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി നമുക്കൊരു കുറ്റവും കുറവും കാണാൻ പറ്റില്ല. പക്ഷേ ഇച്ഛാശക്തിയുള്ള കരുത്തനായ ഒരു നേതാവെന്ന നിലയിൽ ബിനോയ് വിശ്വം അമ്പേ പരാജയമാണ്. പാർട്ടിയെ നയിക്കാൻ നല്ല മനുഷ്യനെയല്ല ആവശ്യം, കരുത്തനായ രാഷ്ട്രീയ നേതാവിനെയാണ്. അതാണ് കേരളത്തിലെ സി പി ഐക്ക് ഇല്ലാതെ പോയത്. അപ്പോൾ ഏക തുരുത്തായ കേരളത്തിൽ 2026 കഴിയുമ്പോൾ സി പി ഐയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
CPIക്ക് 2026 കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സ്വാഭാവികമായും സംശയമുണ്ട്. RSPയുടെ ഗതി CPIക്ക് വരിക എന്നുള്ളതാണ് CPMൻ്റെ രാഷ്ട്രീയമായ ആവശ്യം. അതുകൊണ്ട് തന്നെ CPIക്ക് സ്വതന്ത്രമായൊരു നിലനിൽപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. ഉണ്ടാകുമെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല, പക്ഷേ വെല്ലുവിളി വളരെ കനത്തതാണ് എന്നുള്ളതാണ്. ഇന്ന് പാർട്ടി ചെയ്യേണ്ടത് 1920കളിലെ കാലമല്ല ഇന്ന്. 20ാം നൂറ്റാണ്ടിൽ നിന്ന് മാറി 21ാം നൂറ്റാണ്ടിലേക്ക് വന്നു. 1920കളിൽ പാർട്ടി ഉണ്ടായി ഇവർ പറയുന്ന വർഷം, അല്ലെ 25 കാൺപൂരിലെ സമ്മേളനമായാലും ശരി, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ലോകം ഒരുപാട് മാറിപ്പോയി. ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവാക്കളാണ് ഈ പാർട്ടിയെ നിലനിർത്തേണ്ടത്. അവർക്കെങ്ങനെ CPI സ്പോൺസർ ചെയ്യാൻ കഴിയും? അവർക്കെങ്ങനെ CPI വോട്ട് ചെയ്യാൻ കഴിയും? അവർക്കെങ്ങനെ CPI ഇഷ്ടപ്പെടാൻ കഴിയും? അവർക്കെങ്ങനെ CPI അംഗീകരിക്കാൻ കഴിയും? എന്താണ് ഈ പാർട്ടിയുടെ നിലപാട്? എങ്ങോട്ടാണ് ഈ പാർട്ടി പോകുന്നത്? അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ യുവാക്കളില്ല. ജനറൽ സെക്രട്ടറിയുടെ ഉള്ള കട്ട് ഓഫ് ഏജ് അത് 75 വയസ്സായിട്ട് കുറച്ചാലും ശരി, 65 വയസ്സായിട്ട് കുറച്ചാലും ശരി, അതുകൊണ്ടൊന്നും ഈ പാർട്ടി നിലനിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. യുവാക്കൾ ഈ പാർട്ടിയിലേക്ക് വരാനുള്ള സാധ്യത ഏതാണ്ടില്ല എന്ന് തന്നെ പറയാം. അതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് CPIയെ കാലാനുസൃതമായി മാറ്റിയെടുക്കണം. CPIയെ കാലാനുസൃതമായി മാറ്റിയെടുക്കണമെങ്കിൽ പാർട്ടി കോൺഗ്രസ് അല്ല കൂടേണ്ടത്, പാർട്ടി പ്ലീനമാണ്. പാർട്ടി പ്ലീനം വിളിച്ചു ചേർത്ത് പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ അടവ് നയം ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമേ CPIക്ക് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് CPI നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം. 2026 എന്ന് പറയുമ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിധി തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വർഷമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.